ഇന്ന് ഞാനൊരു അവിൽ ഫലൂദയാണ് ഉണ്ടാക്കുന്നത്. അവിലും കുറച്ച് ഫ്രൂട്ട്സും പാലും ഒക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതിൽ ഐസ്ക്രീം ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സിമ്പിൾ ഫലൂദയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫലൂദയ്ക്ക് വേണ്ടി ഞാനിവിടെ ബ്രൗൺ കളറിലുള്ള കുറച്ച് അവിലാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രൈങ് പാനിലിട്ടിട്ടോ അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ടോ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗൺ അവിലിന് പകരം സാധാരണ വെള്ള കളറിലുള്ള അവിലും ഉപയോഗിക്കാം. പിന്നെ ഇതിന് വേണ്ടത് 1 കപ്പ് നല്ല തണുപ്പിച്ചെടുത്ത പാലാണ്. അപ്പോൾ ഈ പാലിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വരെ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. റോസ് എസൻസ് ആണ് ചേർക്കുന്നതെങ്കിൽ 1-2 ടീസ്പൂൺ ചേർത്താൽ മതി. ഇതിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡിൻ്റെ അളവ് കൂട്ടിയെടുക്കുക. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എടുത്ത് വെച്ചിട്ടുണ്ട്. കറുത്ത ഉണക്കമുന്തിരി, അതുപോലെ കുറച്ച് വാൾനട്ട്, കശുവണ്ടി, ഈന്തപ്പഴം, പിസ്ത, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ മാറ്റം വരുത്താം. പിന്നെ ഇത്രയും വേണമെന്നില്ല, 1-2 ഐറ്റംസ് ഉണ്ടായാലും മതിയാവും. അതുപോലെ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സും കൂടി വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആപ്പിൾ, അതുപോലെ കറുത്ത മുന്തിരി, പിന്നെ കുറച്ച് പൈനാപ്പിൾ, പച്ച കളറിലുള്ള മുന്തിരി, പിന്നെ കുറച്ച് അനാറും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഇനി നമുക്ക് ഫലൂദ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഗ്ലാസ് എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വിംറ്റോ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വിംറ്റോന് പകരം നിങ്ങൾക്ക് റോസ് സിറപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സിറപ്പാണ് ഇഷ്ടം അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ വിംറ്റോയുടെ ഒരു ഫ്ലേവർ കിട്ടും. നല്ല ടേസ്റ്റാണ് വിംറ്റോ ഫലൂദയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇനി ഈ ഗ്ലാസ്സിലേക്ക് നമുക്ക് കുറച്ച് അവിലിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച അവിൽ ആദ്യം ഇതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം കൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ നിന്നും 1-2 ടേബിൾ സ്പൂൺ നമുക്ക് ഈ അവിലിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സും ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും കുറച്ച് അവിലിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഇട്ട് കൊടുക്കുക. അതുപോലെ അതിനുശേഷം കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച പാല് ഇതിലേക്ക് നിറയെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാലാണ്. അപ്പോൾ അത് ഈ ഗ്ലാസ് നിറയെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഐസ്ക്രീം ചേർക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബേസിൽ സീഡ്സ്, അതുപോലെ ഫലൂദയിൽ ചേർക്കാവുന്ന ഐറ്റംസൊക്കെ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിതിപ്പോൾ വീട്ടിൽ നമ്മുടെ കയ്യിൽ സ്ഥിരമായിട്ട് ഉണ്ടാവുന്ന കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സിമ്പിൾ ഫലൂദയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്യാം. ഐസ്ക്രീമൊക്കെ, വാനില ഐസ്ക്രീമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടേസ്റ്റി ഫലൂദ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഫലൂദയാണ്. അതുപോലെ നമ്മുടെ കയ്യിൽ ഇത്രയും ഫ്രൂട്ട്സ് ഇല്ല, അല്ലെങ്കിൽ ഇത്രയും വിധം നട്ട്സ് ഇല്ല എന്ന് വെച്ചിട്ടൊന്നും കുഴപ്പമില്ല. 1-2 ഐറ്റംസ് ഉണ്ടായാൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി ഇത് കഴിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്